ഇതിലേതാ വേണ്ടേ? 0 കാലറീസ് ആണ്, 0 ഷുഗേഴ്സും ആണ്. അപ്പൊ പിന്നെ ഡയറ്റ് കോക്ക് തന്നെയല്ലേ നല്ലത്. വെയിറ്റ്, ഒരു നോർമൽ കോക്കിൽ ഏതാണ്ട് 35 to 40 grams ഓഫ് ഷുഗേഴ്സ് അടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഒറ്റയടിക്ക് പെട്ടെന്ന് ഇത് കുടിക്കുമ്പോൾ ഇൻസുലിൻ സ്പൈക്സ് പെട്ടെന്ന് ഉണ്ടാവും. സ്ഥിരമായിട്ട് ഇത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓവർ വെയിറ്റ്, ഡയബറ്റിസ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്ന കാര്യമാണല്ലോ. മാത്രമല്ല അസിഡിക് കണ്ടന്റ് കൂടുതലായതുകൊണ്ട് നമ്മുടെ പല്ലുകൾക്കും അത് പ്രശ്നമാണ്. ഇനാമലൊക്കെ പോയി ഡെന്റൽ കാരീസ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും. എന്നാ പിന്നെ ഡയറ്റ് കോക്ക് അല്ലേ നല്ലത് എന്നല്ലേ വിചാരിക്കുന്നേ? അതും ഞാൻ പറയാം. അതായത് ഡയറ്റ് കോക്കില് ഷുഗേഴ്സ് ഇല്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ, ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ് ആഡ് ചെയ്യുന്നുണ്ട്. ഇതും ഒരുപാട് നാൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഗട്ട് ബാക്ടീരിയാസിനെയാണ് ബാധിക്കുന്നത്. ഒരുപാട് നാള് ഇങ്ങനെ സ്ഥിരമായിട്ട് കഴിക്കുമ്പോൾ മെറ്റബോളിക് സിൻഡ്രോം, വെയിറ്റ് ഗെയിൻ പോലെയുള്ള പ്രശ്നങ്ങൾ ഇതിലും ഉണ്ടാവുന്നുണ്ട്. അസിഡിക് കണ്ടന്റ് നോർമൽ കോക്ക് പോലെ തന്നെയാണ് ഡയറ്റ് കോക്കിലുള്ളത്. അതുകൊണ്ട് ഡെന്റൽ കാരീസ് പോലെയുള്ള പ്രശ്നങ്ങളും ഉണ്ടാവുന്നുണ്ട്. അപ്പൊ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാല്, സ്ഥിരമായിട്ട് ഇത് കഴിച്ചാലുള്ള പ്രശ്നങ്ങളാണ് ഈ പറഞ്ഞതൊക്കെ. വല്ലപ്പോഴൊക്കെ ഇത് കഴിക്കുന്നതുകൊണ്ട് ഈ പറഞ്ഞ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവാൻ പോകുന്നില്ല. അപ്പൊ ബാലൻസിങ് ഈസ് ദി കീ.